പൂരങ്ങളുടെ പൂരം കൊടിയേറാൻ ഇനി 7 ദിവസങ്ങൾ മാത്രം. തൃശൂർ പൂരത്തിനായുള്ള ഒരുക്കങ്ങളുമായി സജീവമാവുകയാണ് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളും ഘടകക്ഷേത്രങ്ങളും. മുൻ വർഷങ്ങളെക്കാൾ നിരവധി വിസ്മയങ്ങളാണ് ഇത്തവണ പൂരപ്രേമികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. വർണ്ണവിസ്മയമാണ് ഓരോ തൃശ്ശൂർ പൂരവും. മുടക്കമില്ലാത്ത പൂരത്തിന്റെ ഭാഗമാകുന്നതിന് ഓരോ പൂരപ്രേമിക്കും ഓരോ കാരണങ്ങളുണ്ട്. ആനയും അമ്പാരിയും ആൾക്കൂട്ടവും ആരവങ്ങളും ഒരുമിക്കുന്ന പൂരത്തിന് കൊടിയേറാൻ ഇനി 7 ദിവസം മാത്രമാണ് ബാക്കി. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ പന്തൽ കാൽനാട്ട് കർമ്മം കഴിഞ്ഞതോടെ ഒരുക്കങ്ങൾ തകൃതിയായി പുരോഗമിക്കുകയാണ്. വെടിക്കെട്ടിനായുള്ള സ്ഥലം തിരിച്ച് പ്രധാന ക്ഷേത്രങ്ങളും ഘടകക്ഷേത്രങ്ങളും തയ്യാറെടുപ്പുകളിലേക്ക് കടന്നു. കുടമാറ്റത്തിന് എന്തായാലും നല്ല ഒരു ഇതുണ്ടാവും. പിന്നെ വെടിക്കെട്ടിനും വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവും. ഏറ്റവും കൂടുതൽ ഇത്തവണത്തെ എനിക്ക് അട്രാക്ഷൻ പോണത് തെക്കിൻ്റെ തേവർ എന്നറിയപ്പെടുന്ന ശിവരാജു, അതായത് തൃക്കടവൂർ ശിവരാജു ആണ് പാറമേക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റുന്നത് ഉച്ചയ്ക്കുള്ള എഴുന്നള്ളിപ്പിന്. അത് ഏറ്റവും കൂടുതൽ ഫാൻസുള്ള ഒരു ആനയാണ് ശിവരാജു. അപ്പോൾ അത് വലിയൊരു പ്രത്യേകത തന്നെയാണ്. പൂരത്തിന്റെ ഏറ്റവും വലിയ ആകർഷണമായ വെടിക്കെട്ട്, ആന എഴുന്നള്ളിപ്പ് എന്നിവയെക്കുറിച്ച് മുൻ വർഷങ്ങളിൽ ചില ആശങ്കകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ആശങ്കകളെല്ലാം ഒഴിഞ്ഞതോടെ ഇത്തവണ ഒരുപാട് വിസ്മയങ്ങൾ പൂരപ്രേമികളെ കാത്തിരിക്കുന്നുണ്ട്. 26-27 ദിവസങ്ങളിൽ നമ്മുടെ പൂരം അതിഗംഭീരമായ പൂരങ്ങളുടെ പൂരമായ ഏറ്റവും പ്രൗഢിയുള്ള തൃശ്ശൂർ പൂരം ഇവിടെ അരങ്ങേറും. അതിന് എല്ലാ മലയാളികളെയും, എല്ലാ പൂരപ്രേമികളും, ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികളെയും തൃശ്ശൂർ ഇവിടത്തേക്ക് ക്ഷണിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള നമ്മുടെ ഗവൺമെൻറ്റും അതേപോലെ തന്നെ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ജില്ലാ ഭരണകൂടവും എല്ലാവരും, ദേവസ്വങ്ങളും കോർപ്പറേഷനും എല്ലാം തയ്യാറായിരിക്കുകയാണ്. പ്രധാന ക്ഷേത്രങ്ങളിലും ഘടകക്ഷേത്രങ്ങളിലും ഏപ്രിൽ 20-ന് പൂരം കൊടിയേറും. 24-നാണ് സാമ്പിൾ വെടിക്കെട്ട്. ഏപ്രിൽ 25-ന് പൂരവിളംബര ചടങ്ങും നടക്കും. 26-നും 27-നുമാണ് മലയാളികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന തൃശ്ശൂർ പൂരം. ന്യൂസ് മലയാളം, തൃശ്ശൂർ.